കേക്ക് ഉണ്ടാക്കാൻ പോവുകയാണ്. എങ്ങനെയാവും, സക്സസ് ആവുമോ ഇല്ലയോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടെ. എന്തായാലും ഞാൻ ട്രൈ ചെയ്ത് നോക്കാൻ പോവാം. 2 ദിവസം കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളുടെ ബർത്ത്ഡേ ആണ് വരുന്നത്. അപ്പോൾ അന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് സക്സസ് ആയെങ്കിൽ വൈകിട്ട് കേക്ക് കട്ടിങ് ഒക്കെ കാണും, ഇല്ലെങ്കിൽ ഞാൻ അന്ന് എല്ലാവർക്കും പായസം വെച്ച് കൊടുക്കും. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കാം, സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അങ്ങനെ കേക്ക് ഉണ്ടാക്കാനായിട്ടുള്ള സാധനം മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേച്ചീനെയും വിളിച്ചുകൊണ്ട് ഇവിടെ അടുത്ത് അൽമിറ എന്ന് പറയുന്നൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്, അങ്ങോട്ടേക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ അങ്ങനെ അൽമിറയിലെത്തി. ഞങ്ങൾക്ക് വേണ്ട ഐറ്റംസൊക്കെ ഞങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു കേക്കിൻ്റെ ബേക്കിംഗ് കിറ്റ് എടുത്തു. പക്ഷേ അതിൽ കേക്ക് ബേക്ക് ചെയ്താൽ ശരിയാവുമെന്ന് ഡൗട്ടാണ്. അതെനിക്ക് അതുമല്ല, അധികം സമയമില്ല. അപ്പം സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ എന്തെങ്കിലുമാണ് ഞാൻ നോക്കുന്നത്. അപ്പം ഓറിയോയുടെ ബിസ്ക്കറ്റ് വെച്ച് കേക്ക് ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതെടുത്തു. പാവം ചേച്ചി ഞാൻ പറയുന്ന സാധനങ്ങളൊക്കെ എനിക്ക് വേണ്ടി തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഏതൊക്കെ സെക്ഷനിലാണെന്നൊക്കെ കണ്ടുപിടിക്കാൻ ഇച്ചിരി പാടായിരുന്നു. പിന്നെ ഞങ്ങൾ കണ്ടുപിടിച്ചു. അങ്ങനെ നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്തിട്ട് നമ്മൾ ബില്ല് ചെയ്തിട്ട് ഇറങ്ങുവാണ്. അപ്പോൾ നമുക്കിനി വീട്ടിൽ ചെന്നിട്ട് കേക്ക് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ ഓറിയോയുടെ ബിസ്ക്കറ്റ് എടുത്തിട്ടുണ്ട്, 2 ഡയറി മിൽക്ക് എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഡെക്കറേഷന് വേണ്ടിയിട്ട് കിറ്റ്കാറ്റ് എടുത്തിട്ടുണ്ട്, പിന്നെ ബേക്കിംഗ് സോഡ, ബേക്കിംഗ് പൗഡർ. ഇതിൽ രണ്ടിലേതിലും ഒരെണ്ണേ ഞാൻ യൂസ് ചെയ്യത്തുള്ളൂ. ഞാൻ 2 കാണിച്ചിട്ടുണ്ടെന്നേ ഉള്ളൂ. പിന്നെ നമ്മുടെ ബർത്ത്ഡേക്ക് വെക്കുന്ന മറ്റേ ഇതില്ലേ, ഇത്. അപ്പം നമുക്ക് പോയി ഉണ്ടാക്കി നോക്കിയാൽ. അപ്പം നമ്മുടെ 3 പാക്കറ്റ് ഓറിയോയുടെ ബിസ്ക്കറ്റ് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് ക്രഷ് ചെയ്തെടുത്താണിത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ഗ്ലാസ് മിൽക്കും കൂടി ആഡ് ചെയ്യണം. അതിനുശേഷം നമ്മളത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു കളറിലേക്ക് വരും. ഇനി നമ്മൾ ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്യാൻ പോവുകയാണ്. അത് 1 സ്പൂൺ നിറച്ച് ഞാൻ എടുത്തിട്ടില്ല, ശകലം എടുത്തിട്ടുള്ളൂ. അതും കൂടെ ഇട്ടിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. മിക്സ് ചെയ്തെടുത്തിട്ട് കുറച്ച് നേരം അത് റെസ്റ്റ് ചെയ്യാൻ വെക്കുക. പക്ഷെ ഞാൻ ബേക്ക് ചെയ്ത സമയത്ത് കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല. ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കുകയാണ് ചെയ്തത്. പക്ഷെ നിങ്ങളത് കുറച്ച് നേരം വെച്ചിട്ട് ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മളിനി ഈ കേക്ക് ഉണ്ടാക്കാൻ പോകുന്നത് ഓവൻ യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ ഇതുപോലൊരു പാനും പിന്നെ നമ്മുടെ പാല് കാച്ചുന്നൊക്കെ ഇങ്ങനത്തെ പാത്രമില്ലേ, ഇതും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ടൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഗീ ഈ പാത്രത്തിലെല്ലാം ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ബട്ടർ പേപ്പറും കൂടെ ഈ പാത്രത്തിനകത്തേക്ക് നമുക്ക് വെച്ച് കൊടുക്കാം. അപ്പം നമ്മളൊരു ബട്ടർ പേപ്പർ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വലുതായിപ്പോയോ എന്നൊരു ഡൗട്ടുണ്ട്, എന്നാലും നമുക്ക് നോക്കാം. എന്തായാലും ഇത് ഞാൻ വെക്കുമോ, ഇനി അറ്റം ഒന്നും കരിയണ്ട. ഞാൻ വെക്കുന്നതുകൊണ്ട് എനിക്കൊരു ഗ്യാരണ്ടി ഇല്ല ഇത് കേക്കായിട്ട് കിട്ടുമെന്ന്. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ ബട്ടർ പേപ്പറൊക്കെ പാത്രത്തിലേക്ക് വെച്ച് കൊടുത്തു. പിന്നെ നമ്മൾ നേരത്തെ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അതിലേക്ക് കുറച്ച് ഉപ്പ് ഇതേപോലെ കട്ടിക്ക് നിരത്തി വെച്ച് കൊടുക്കുക. അതിലേക്കാണ് നമ്മളിനി മറ്റേ പാൻ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ കേക്കിൻ്റെ ബാറ്ററിയൊക്കെ ഒഴിച്ചു കൊടുത്തിട്ട് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് മൂടി വെക്കണം. ലോ ഫ്ലെയിമിൽ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് ഒന്ന് വെക്കുക.
അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ 15 മിനിറ്റ് നേരം കൂടെ വെക്കുക. ശേഷം ഒരു ടൂത്ത് പിക്ക് വെച്ചിട്ടൊന്ന് കുത്തി നോക്കുക കേക്കിൻ്റെ അകമൊക്കെ വെന്തിട്ടുണ്ടോ എന്ന്. ടൂത്ത് പിക്കിൽ ഒട്ടിപ്പിടിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് വീണ്ടും വെക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമുക്ക് തണുത്ത് കഴിയുമ്പോഴത്തേക്കിനും വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ നമ്മുടെ കേക്ക് ഇതേ സക്സസ് ആയിട്ട് കിട്ടിയിരിക്കുകയാണ്. ഇത് ചെറുതായിപ്പോയതുകൊണ്ട് വേണമെങ്കിൽ 1-2 ലെയറും കൂടി ഇതുപോലെ തന്നെ ഉണ്ടാക്കാം. പക്ഷേ എനിക്കിനി അതിനുള്ള ടൈം ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഇതിൽ തന്നെ ബാക്കി ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കാൻ പോവാം. അപ്പോൾ ഇതാണ് എൻ്റെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കുറച്ച് ഡയറി മിൽക്കും കിറ്റ്കാറ്റും സ്നിക്കേഴ്സ് ഇവിടെ ഇരിപ്പുണ്ടായിരുന്നു. അതെല്ലാം കൂടി ഒന്ന് ക്രഷ് ചെയ്തിട്ട് മുകളിലേക്ക് ഇട്ട് കൊടുത്തു. പിന്നെ ഒരു 3 കിറ്റ്കാറ്റ് നിരത്തി അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഹാപ്പി ബർത്ത്ഡേയുടെ ആ ഒരു ക്യാപ്ഷനും കൂടെ കൊടുത്തു, സെറ്റാക്കി. അപ്പോൾ ഇന്ന് വൈകിട്ട് ആൾ വരുമ്പോഴത്തേക്കിനും ബർത്ത്ഡേയുടെ കേക്ക് കട്ട് ചെയ്യിക്കണം. അപ്പോൾ ആ ഒരു വീഡിയോയും കൂടെ ഞാൻ എൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. പോസ്റ്റ് ചെയ്യല് നമുക്ക് വേണ്ടി പേഴ്സണൽ